ഈ ട്രാക്കർ യൂസ് ചെയ്ത് നിങ്ങൾ CMUSA പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ വേണ്ടി പറ്റും. എൻ്റെ എല്ലാ CMUSന്റെ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ഗൂഗിൾ ഷീറ്റ് കണ്ടോ? ഞങ്ങൾ 25ഓളം സ്റ്റുഡൻസിന് ഈ ഗൂഗിൾ ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഓരോ ദിവസം ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കുന്നതെന്നും ആ ടോപ്പിക്കുള്ള ടെസ്റ്റിൽ നിങ്ങളുടെ മാർക്കുകൾ എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു ഗൂഗിൾ ഷീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊരു ലോങ് ടേമിൽ നോക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്, ആ കവർ ചെയ്ത പോർഷൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. ഈ റീൽ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ട്രാക്കർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഠിക്കുന്നതിൽ എങ്ങനെ സ്ട്രക്ചർ വരുത്തുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നൊരു 7 മണിക്കൂർ നിങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചോ, അതിലെ ഓരോ മണിക്കൂറും എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ധാരണ വേണം. അത് ഫിക്സ് ആയിരിക്കണം മുന്നേ. ആ ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം എന്താണ് പഠിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാം. ടെക്സ്റ്റിന്റെ ബാക്കിലോ അല്ലെങ്കിൽ നോട്ട്സിലൊക്കെ എഴുതി വെക്കാം, നാളെ ഈ ഒരു സമയത്ത് ഞാൻ ഇതായിരിക്കും പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ. വൺസ് അത് പഠിച്ചു കഴിയുമ്പോൾ അത് ടിക്ക് ചെയ്യാനും മറക്കരുത്. ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ആ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ അതൊക്കെ ടിക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ നേരത്തെ കാണിച്ച ട്രാക്കർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ റോഡ് മാപ്പിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ റോഡ് മാപ്പ് എന്ന് കമന്റ് ചെയ്താൽ മതി. സോ എക്സാമിന് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു വെബിനാർ ഈ വരുന്ന ജൂലൈ 12 നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന ലിങ്കിലുള്ള ഫോം ഫില്ല് ചെയ്താൽ മതി. കൂടാതെ ഈ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വെബിനാറിൽ കാണാം.